നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടിവയറ്റിലെ കൊഴുപ്പ് നീക്കുവാനായി സ്വകാര്യ സൗന്ദര്യ ചികിത്സാ കേന്ദ്രത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വനിതാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അണുബാധയേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സ കഴിഞ്ഞ വാർത്ത നാളുകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കൈ കാൽ വിരലുകൾ നഷ്ടപ്പെട്ട ദുരനുഭവം തുറന്നു പറയുകയാണ് MS നീതു. ക്ലിനിക് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് കടുത്ത അനീതിയാണെന്നാണ് നീതു തുറന്നു പറയുന്നത്. എല്ലാം നിസ്സാരമെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ ആദ്യ പ്രതികരണം. 9 വിരലുകളാണ് നീതുവിന് നഷ്ടമായത്. ഫെബ്രുവരി 22-ന് കഴക്കൂട്ടം കോസ്മെറ്റിക് ഹോസ്പിറ്റലിൽ നീതു ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. 23-ന് വീട്ടിലെത്തിയ ശേഷം ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടു. ആശുപത്രിയിൽ വിവരം അറിയിച്ചപ്പോൾ ഇതൊക്കെ സാധാരണമെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ പ്രതികരണമെന്നാണ് നീതു പറയുന്നത്. കോസ്മെറ്റിക് ആശുപത്രി കാണിച്ചത് ഗുരുതര കുറ്റകൃത്യമാണെന്ന് നീതു ആരോപിക്കുന്നുണ്ട്. ക്ലിനിക് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിയുന്നതെന്നും നീതു കൂട്ടിച്ചേർത്തു. IT ജീവനക്കാരിയായിരുന്ന നീതുവിന് നിലവിൽ ജോലി തുടരാനോ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പോലും ചെയ്യുവാനോ കഴിയാത്ത അവസ്ഥയാണ്. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് ഡോക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം നടന്നുവരികയാണ്. ശസ്ത്രക്രിയ നടത്തിയ കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്ലിനിക്കിന്റെ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ നേരത്തെ റദ്ദാക്കിയതാണ്. ലൈസൻസിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാലാണ് ആശുപത്രിയുടെ രജിസ്ട്രേഷനും റദ്ദാക്കിയിരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 24 മണിക്കൂർ നിരീക്ഷണത്തിൽ പോലും വെക്കാതെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു നീതുവിനെ. വീട്ടിലെത്തിയ ശേഷം ഭക്ഷണം കഴിച്ച സമയം താൻ ഛർദ്ദിക്കുകയായിരുന്നുവെന്നും ഇത് ഉടനെ ആശുപത്രി അധികൃതർ വിളിച്ചറിയിക്കുകയും ചെയ്തതായി നീതു പറയുന്നുണ്ട്. പക്ഷേ ഞായറാഴ്ച ആയതിനാൽ ഇന്ന് ആശുപത്രി ഇല്ലെന്നായിരുന്നു അവിടെ നിന്ന് ഇവർ പറഞ്ഞത്. ഭക്ഷണം നന്നായി കഴിച്ച ശേഷം ഉറങ്ങിയാൽ മതി, ക്ഷീണം മാറുമെന്നായിരുന്നു ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. എന്നാൽ ക്ഷീണം കൂടിയതോടെ മറ്റൊരു ആശുപത്രിയിൽ കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ ക്ഷീണം കൂടിയതോടെ മറ്റൊരു ആശുപത്രിയിൽ കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നും ശസ്ത്രക്രിയയുടെ ക്ഷീണമാണെന്നും അവർ പറഞ്ഞു. ഇത്തരം ശസ്ത്രക്രിയ കഴിയുമ്പോൾ BP വ്യത്യാസം വരുന്നതാണെന്നും നന്നായി നിരീക്ഷിക്കണമെന്നുമായിരുന്നു ആശുപത്രിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം. എന്നാൽ വൈകുന്നേരം ആയപ്പോഴേക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുകയായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങൾ വീണ്ടും ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ട്രിപ്പ് ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളുവെന്നാണ് അവർ പറഞ്ഞത്. ശേഷം ട്രിപ്പ് കയറ്റിയിട്ടും ക്ഷീണത്തിന് യാതൊരു മാറ്റവും തോന്നിയില്ല. പിന്നീട് ഉച്ചയോടെ തന്റെ ശരീരത്തിൽ ബ്ലഡ് കയറ്റണമെന്നും അപ്പോൾ ക്ഷീണം മാറുമെന്നുമാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. പിന്നീട് തന്റെ ഭർത്താവ് രക്തദാതാവിനെ കണ്ടെത്തി ശരീരത്തിൽ രക്തം കയറ്റിയിട്ടും ക്ഷീണത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല. തുടർന്ന് ആരോഗ്യാവസ്ഥ തീരെ മോശമാകുവാൻ തുടങ്ങിയതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി തന്നെ രാത്രി 8 മണിക്ക് അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തുന്ന ആ സമയത്ത് തനിക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയാണെന്നും നീതു പറയുന്നു. കൃത്യസമയത്ത് തന്നെ മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നുവെന്നും അതിനാൽ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നുമാണ് തന്റെ ആവശ്യമെന്ന് നീതു പറയുന്നു. ശസ്ത്രക്രിയ നടത്തിയ കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്ലിനിക്കിന്റെ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ നേരത്തെ റദ്ദാക്കിയതാണ്. ലൈസൻസിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാലാണ് ആശുപത്രിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയത്. യൂട്യൂബിൽ പരസ്യം കണ്ടായിരുന്നു ആദ്യം ഇവരെ കോൺടാക്ട് ചെയ്തത്. പക്ഷേ അവർ സർജറി ക്യാഷ് പറഞ്ഞതോടെ അത് വേണ്ടെന്ന് വെച്ച് കോൾ കട്ട് ചെയ്തുവെങ്കിലും തുടരെ ഇവരെ കോൾ ചെയ്തു. ഓഫറിൽ 3 ലക്ഷം രൂപയ്ക്ക് സർജറി ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. തുടർന്ന് നീതു വീട്ടുകാരോട് സംസാരിച്ച് അറിയിക്കാമെന്ന് ഇവരോട് പറഞ്ഞു. തുടർന്നാണ് സർജറിക്ക് വിധേയമായത്. അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ആക്കിയെങ്കിലും നീതു തീർത്തും അവശയാവുകയായിരുന്നു. ആഹാരം കഴിക്കാൻ പറ്റാത്ത വിധം ഛർദ്ദിച്ചു. എന്നാൽ ഡോക്ടറെ ബന്ധപ്പെട്ടപ്പോൾ അതൊക്കെ ഇതിന്റെ ഭാഗമായി ഉള്ളതാണ്, ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുത്താൽ മതി എന്നൊക്കെ തീർത്ത് പറയുകയായിരുന്നു. പക്ഷേ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് അടുത്ത ദിവസം ആശുപത്രിയിൽ എത്താൻ ഇവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഭർത്താവിനെ പിന്നീട് നീതുവിനെ കാണിച്ചില്ല. ഏകദേശം 1 മണിക്കൂറോളം സമയമെടുക്കുമെന്ന് പറഞ്ഞതോടെ നീതുവിന്റെ ഭർത്താവ് ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ നീതുവിന്റെ കണ്ടീഷൻ മോശമായെന്ന് പറഞ്ഞ് കോൾ വന്നതോടെ ഭർത്താവ് ബൈക്കിലെത്തുമ്പോൾ ഇവർ നീതുവിനെ കാറിലേക്ക് കയറ്റുന്നതാണ് കണ്ടത്. ഇവരുടെ പിന്നാലെ അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് എത്തുവാനും പറഞ്ഞു. പക്ഷേ ഭർത്താവ് ആശുപത്രിയിൽ എത്തിയിട്ടും ബ്ലോക്കിൽ കിടന്ന നീതുവിന്റെ വാഹനം ആശുപത്രിയിൽ എത്തിയപ്പോൾ 1 മണിക്കൂറോളം പിന്നിട്ടിരുന്നു. പരിശോധനയിൽ ആന്തരികാവയവങ്ങളിൽ അണുബാധയുണ്ടതായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് 21 ദിവസമാണ് വെന്റിലേറ്ററിൽ കഴിഞ്ഞത്. ഡയാലിസിസിന് വിധേയയാവുകയും ചെയ്തു. ഇടതുകാലിലെ ആർട്ടറി ബ്ലോക്കായതിനെ തുടർന്നാണ് പാദങ്ങളിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ ചലനശേഷി നഷ്ടമാവുകയും ചെയ്തത്. കുടുംബം ആശുപത്രിയെ സമീപിച്ചപ്പോഴെല്ലാം ഭീഷണിയുടെ സ്വരമായിരുന്നു. കേസിന് പോയാൽ തങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. ഡൽഹിയിൽ നിന്നുള്ള വക്കീൽ തങ്ങൾക്കുണ്ട്. ഒന്നുകിൽ ആശുപത്രി ബില്ല് അടയ്ക്കണം, അല്ലെങ്കിൽ കേസുമായി പോകരുത് എന്നൊക്കെയായിരുന്നു ഇവരുടെ ഭീഷണി. പക്ഷേ ഇരട്ട കുട്ടികളുടെ അമ്മയായ നീതുവിന് ജോലി നഷ്ടമായ അവസ്ഥ. മക്കളെ നോക്കുവാനും സാധിക്കില്ല. അച്ഛനും അമ്മയ്ക്കും ഏക മകളായിരുന്നു നീതു. മകളുടെ ദുരവസ്ഥ കണ്ട് നെഞ്ചുപൊട്ടി കരയുകയാണ് ഇപ്പോൾ ഭർത്താവിന്റെ മാതാപിതാക്കളും നീതുവിന്റെ അമ്മയും. ഇനി തന്റെ മകൻ എല്ലാ കാര്യങ്ങളും നോക്കണം, ആയുഷ്കാലം മുഴുവൻ നോക്കണം. ഒരു സ്ത്രീയുടെ ജീവിക്കാനുള്ള അവകാശത്തെ അവർ ഇല്ലാതാക്കിയെന്നാണ് നീതുവിന്റെ ഭർത്താവിന്റെ പിതാവ് പ്രതികരിച്ചത്. പ്രസവശേഷം വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു നീതു ശസ്ത്രക്രിയ നടത്തിയത്. ഇരട്ട കുട്ടികളാണ്. സാമൂഹിക മാധ്യമ പരസ്യം കണ്ടാണ് കോസ്മെറ്റിക് ആശുപത്രി ഇവർ സമീപിച്ചത്. 27 ദിവസം വെന്റിലേറ്ററിൽ കിടന്നതിനു ശേഷമാണ് ജീവൻ രക്ഷിക്കുവാനായി 9 വിരലുകൾ അടക്കം മുറിച്ചു മാറ്റേണ്ടി വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.